മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും കെ രാജനും റവന്യൂ മന്ത്രി കെ രാജനും അല്പസമയത്തുള്ളിൽ ഇന്നത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എന്തായാലും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ തുടരുകയാണ്. വിവിധ മേഖലകളിൽ വ്യോമസേന ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടുകൂടി ചാലിയാറിന്റെ വിവിധ മേഖലകളിൽ പരിശോധന നടക്കുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ മേഖലകളിൽ ഒപ്പം മറ്റു പ്രദേശങ്ങളിൽ. മന്ത്രിയുടെ വാക്കുകളിൽ നേരത്തെയും ഈ സ്ഥലങ്ങളിൽ ചിലത് പോയിരുന്നു. പക്ഷേ ഇതൊരു സമഗ്രമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ടുള്ള കൂടി ഒരു യാത്ര ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ കൂട്ടത്തിൽ അങ്ങ് പോയതാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എന്ന് ഞാൻ പറഞ്ഞാണ് നമ്മളൊരുമിച്ച് പോയതായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പൊതുവായൊരു സന്ദർശനം നടത്തി. ഇന്നേക്ക് ഒരാഴ്ച തികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് നടത്തേണ്ട ഒരു പൊതു വർക്കിനെ സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം നടത്തുന്ന ഒരു അവലോകനത്തിലേക്ക് തയ്യാറാകും വിധമുള്ള കാര്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിനിറ്റിൽ കൽപ്പറ്റയിൽ സൺറൈസ് പ്രദേശത്തേക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞു. 20 മിനിറ്റിനകം ഈ സംഘത്തിന് പോകാൻ കഴിയും. രാവിലെ 8 മണിക്ക് SKMJയിൽ വരേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൂവിങ് ക്ലൗഡ് നല്ലതുപോലെ ഉള്ളത് കാരണം നമുക്ക് അവിടെ നിന്ന് വിമാനം നേവിയുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യാനായില്ല. ടേക്ക് ഓഫ് ചെയ്ത് SKMJയുടെ ഗ്രൗണ്ടിലെത്തി ഈ മിനിറ്റിൽ. ഇനി നമുക്ക് ഏതാനും സമയത്തിനകം ഒരു 20 മിനിറ്റിനകം ആ സൺറൈസ് വാലിയിലേക്കുള്ള യാത്ര കൂടി ആരംഭിക്കാൻ കഴിയും. ഞാനീ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നോടുകൂടി ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഏതെങ്കിലും സ്ഥലത്ത് ഇനി സൂക്ഷ്മതലത്തിൽ ഇത് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് നോക്കുന്ന വിധത്തിലുള്ള ഒരു പരിശോധനയുടെ ഭാഗമായി തുടങ്ങിയതാണ്. ഞങ്ങൾ ഇന്നലെ ഫോഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ മേഖലകളിൽ ഏത് മേഖലയിലാണോ ആ മേഖലകളിൽ അവരൊന്ന് ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളൊന്ന് കൂടിയിരുന്ന് ഇനി നമുക്ക് ഏതെങ്കിലും പ്രദേശം ബാക്കി നിൽക്കുന്നുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമായതനുസരിച്ചുള്ള നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ കൂടി അത് കിട്ടുമ്പോൾ അത് മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോൾ എവിടെയെങ്കിലും ഈ ലിസ്റ്റിൽപ്പെട്ട് ബാക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതുകൂടി നമുക്കറിയാൻ കഴിയും. അതുകൂടി ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആ വിധത്തിലും സൂക്ഷ്മതല പരിശോധന നമുക്ക് ആവശ്യമുണ്ട്. ആ വിധത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയത്. അട്ടാമലയിലും പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ ആളുകൾ കുറേശ്ശെ അടഞ്ഞു കിടക്കുന്ന വീടുകളിലേക്ക് തിരിച്ചു വരികയും അവിടേക്കുള്ള സാധ്യതകൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന പുഞ്ചിരിമറ്റത്തേക്ക് കയറി താഴത്തോട്ട് ഇറങ്ങുന്ന പ്രദേശത്ത് എരുമയെ വളർത്തുന്ന ഒരാൾ അദ്ദേഹം തിരിച്ചു വന്ന് 6ഓളം എരുമകൾ അത് തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷത്തിൽ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അവർ പറയുന്നു അവർക്ക് ആ തരത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പൊതുകേന്ദ്രങ്ങൾ വേണം. ഇപ്പോൾ ബെയിലി പാലത്തിന് പുറത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ ധാരാളമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിലാളുകൾ കൊണ്ടുവരുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെ ചിലത് വേണം. ഇങ്ങനെയുള്ള പുതിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വരികയുണ്ടായി. മുകളിൽ ആദിവാസി ഊരിൽ ഇപ്പോഴും താമസിക്കുന്ന ചേനനെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അദ്ദേഹവുമായി സംസാരിച്ചു. രാജനാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അദ്ദേഹം സുപ്രധാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ച ഒരു വ്യക്തമായ ചിത്രം ഇന്ന് പുറത്തുവിടും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ സർക്കാർ റവന്യൂ വകുപ്പിന്റെ കണക്കുകൾ പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുവരെ ഈ ദുരന്തത്തിന്റെ നഷ്ടപ്പെടലുകളുടെ ഇനി കിട്ടാനുള്ളതിന്റെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാവുമെന്ന് കരുതാം. നമുക്ക് വൈകിട്ട് വരെ കാത്തിരിക്കുകയും ചെയ്യാം.